നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യൈമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമോ ഭഗവതേ വാസുദേവായ. നമോ നാരായണായ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും കുചേലദിന ആശംസകൾ. കേരളത്തിൽ മാത്രം ആചരിക്കപ്പെടുന്നൊരു ആചരണമാണ് കുചേലദിനം. ഗുരുവായൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച, മുപ്പട്ട ബുധനാഴ്ച. ആദ്യത്തെ ബുധനാഴ്ചയ്ക്ക് പാലക്കാട്ടുകാർ പറയുന്ന പേരാണ് മുപ്പട്ട ബുധനാഴ്ച. മുപ്പട്ട എന്ന് പറഞ്ഞാൽ മുമ്പിലത്തെ നൃത്തമാണ്, മുമ്പിൽപ്പെട്ടത്. ഇപ്പോൾ ധനുമാസത്തെ ആദ്യത്തെ ബുധനാഴ്ച കുചേലദിനം ഗുരുവായൂരും അതുപോലെ ഗുരുവായൂരപ്പ ഭക്തന്മാരായ മലയാളികളും എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ആചരിക്കുന്നു എന്ന് വയ്ക്കാം. മറ്റ് ദേശങ്ങളിലൊന്നും തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഗുജറാത്തിലോ ആന്ധ്രയിലോ പോയാൽ കണ്ടില്ല എന്ന് വരും. കാരണം നമ്മുടെ കേരളീയമായിട്ടുള്ളൊരു ആചാരമാണ്, സംസ്കാരമാണ്. മറ്റുള്ളവർ മറ്റേതെങ്കിലും ദിവസത്തിൽ അതുപോലെ ആചരിക്കുന്നുണ്ടോ എന്നും അറിയില്ല കേട്ടോ. ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അപ്പോൾ എന്തായാലും മലയാളികളായിട്ട് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കും വിശേഷങ്ങൾ തന്നെയാണ്. ഇനി പ്രത്യേകിച്ച് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ സുധാമാവിൻ്റെ ഒരു സ്മരണയാവുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് പക്ഷം ഇല്ല. സുധാമാവിൻ്റെ സ്മരണ ഒരു ഉത്തമ ഗൃഹസ്ഥൻ്റെ സ്മരണയാണ്. ഒരു മഹാന്റെ, ഒരു ഭക്തൻ്റെ, ഒരു ജ്ഞാനിയുടെ, ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ഒക്കെയുള്ള ഒരു സ്മരണയാണ് തീർച്ചയായിട്ടും. അപ്പോൾ കുചേലനെ സ്മരിക്കുന്നതിലൂടെ കുചേലൻ്റെ ഗുണങ്ങൾ നമ്മളിലേക്ക് നമുക്ക് ആവഹിക്കാൻ ശ്രമിക്കാം. കുചേലൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഭാഗവതത്തിൽ എണ്ണി പറയുമ്പോൾ ആ ഗുണങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. അല്ലാതെ കുചേലൻ ദരിദ്രനായിരുന്നു എന്നുള്ളതല്ല കുചേലൻ്റെ ഏറ്റവും വലിയ വിശേഷം. അയ്യോ പാവം ദരിദ്രനായിരുന്നു, അദ്ദേഹത്തിന് അവിൽപ്പൊതിയും കൊണ്ടുപോയപ്പോൾ ഭഗവാൻ അളവില്ലാത്ത ധനം കൊടുത്ത് അനുഗ്രഹിച്ചു. അതുകൊണ്ട് നമ്മളും ദരിദ്രന്മാരായി തീർന്നാൽ, അല്ലെങ്കിൽ അവിൽപ്പൊതിയും കൊണ്ടുപോയാൽ ഭഗവാൻ നമുക്ക് ലോട്ടറി അടിപ്പിച്ചു തരും എന്നൊന്നും അല്ല കണക്കാക്കേണ്ടത്. കുചേലൻ്റെ നന്മകളെ, കുചേലൻ്റെ ഗുണങ്ങളെ നമ്മൾ ആവഹിക്കുക. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ 80-81 അധ്യായങ്ങളിലാണ് കുചേല ചരിത്രം പറയുന്നത്. അപ്പോൾ അതിൽ കുചേലൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്ന വരികളുണ്ട് ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അത് മാത്രം നമ്മൾ ഒന്ന് നോക്കാം. ദശമസ്കന്ധത്തിലെ 80-ാം അധ്യായത്തിൽ 6-7 ശ്ലോകങ്ങളാണ് കുചേലൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്ന ശ്ലോകങ്ങൾ. ശ്രീശുക ഉവാച കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ തസ്യ ഭാര്യാ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധാ.
അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ പകുതി അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചാണ്. തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുക്ഷാമാച്ച തഥാവിധ. അപ്പോൾ 1.5 ശ്ലോകത്തിൽ കുചേലന്റെ ഗുണങ്ങളെ പറഞ്ഞു. എന്തൊക്കെയാണ്? കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ യദൃച്ഛയാ ഉപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ. അതുവരയ്ക്കാണ് കുചേലനെ കുറിച്ച് സൂചിപ്പിച്ചത്. ഭഗവാൻ കൃഷ്ണന് ഒരു സഖാവുണ്ടായിരുന്നു. ബ്രാഹ്മണൻ ആയിരുന്നു അദ്ദേഹം. ബ്രഹ്മവിത്തമനായിരുന്നു. ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മത്തെ അറിയുന്നവൻ, വേദം അറിയുന്നവൻ, വേദത്തിൻ്റെ പൊരുളായ ബ്രഹ്മത്തെ അറിയുന്നവൻ എന്നൊക്കെ അർത്ഥമാണ് ബ്രഹ്മവിത്ത് എന്നുള്ള ശബ്ദത്തിന്. അതിൽ തമനാണ്, തരൻ കൂടിയല്ല, തമനാണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ബെസ്റ്റ് എമംഗ് ദ നോവേഴ്സ് ഓഫ് ബ്രഹ്മൻ, ബ്രഹ്മതത്വം അറിയുന്നവരിൽ ഏറ്റവും നമ്പർ 1 ആയിരുന്നു അദ്ദേഹം. ബ്രഹ്മവിത്തമഃ, ബ്രാഹ്മണൻ്റേതായിട്ടുള്ള ജീവിത രീതി അദ്ദേഹം പിന്തുടർന്നിരുന്നു. ഇന്ദ്രിയാർത്ഥേഷു വിരക്തഃ, അദ്ദേഹത്തിന് ലോക വിഷയങ്ങളിലൊന്നിലും ഇന്ദ്രിയ വിഷയങ്ങളിലൊന്നിലും ഒരു ആസക്തിയും ഉണ്ടായിരുന്നില്ല. വിരക്തനായിരുന്നു. കണ്ണോ കാതോ നാവോ മൂക്കോ ത്വക്കോ ചഞ്ചലമായിരുന്നില്ല. നല്ല ദൃഢതയുള്ളതായിരുന്നു, ഉറപ്പുള്ളതായിരുന്നു. വിഷയങ്ങളുടെ പുറകെ പായുന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളൊന്നും. കാരണം ഇന്ദ്രിയാർത്ഥേഷു വിരക്തഃ പ്രശാന്താത്മാ, അദ്ദേഹത്തിൻ്റെ ആത്മാ മനസ്സ് പ്രശാന്തമായിരുന്നു. പ്രകർഷേണ ശമം ഉള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ്. മനസ്സിലും വേറെ വേണ്ടാത്ത ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച ആളായിരുന്നു. കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും പക്വപ്പെടുത്തിയിട്ടുള്ള ആളായിരുന്നു. യദൃച്ഛയാ ഉപപന്നേന വർത്തമാനഃ, യാദൃച്ഛികമായി എന്താണോ തൻ്റെ അടുത്തേക്ക് വന്നു ചേരുന്നത് അതുകൊണ്ട് സന്തുഷ്ടനായിരുന്നു, വർത്തമാനനായിരുന്നു. കിട്ടിയതുകൊണ്ട് സന്തോഷിച്ചു കഴിഞ്ഞിരുന്നു. ഗൃഹാശ്രമി, ഗൃഹസ്ഥാശ്രമി ആയിട്ടും. അപ്പോൾ ഗൃഹസ്ഥാശ്രമി ആയിട്ടും അദ്ദേഹം ഒരു സന്യാസിയെപ്പോലെ യദൃച്ഛയാ ഉപപന്നേന വർത്തമാനഃ, യാദൃച്ഛികമായി ലഭിച്ചതുകൊണ്ട് സന്തുഷ്ടനായി വർത്തിച്ചുകൊണ്ടും ഇന്ദ്രിയങ്ങളെ ജയിച്ചും മനസ്സിനെ ജയിച്ചും വിഷയങ്ങളോട് ആസക്തിയില്ലാതെയും ബ്രഹ്മജ്ഞാനത്തിൽ ശ്രേഷ്ഠനും ആയിട്ടുള്ള ഒരു ഉത്തമ ബ്രാഹ്മണനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗുണങ്ങളാണ് കുചേലൻ്റെ മഹത്വം. ആ യോഗ്യതകൾ തന്നെയാണ് ഭഗവാന് പ്രിയപ്പെട്ടവൻ ആക്കിയത്. അല്ലെങ്കിൽ സാന്ദീപനി ഗുരുകുലത്തിൽ വേറെയും കൂട്ടുകാരുണ്ടായിരുന്നുവല്ലോ ഭഗവാന്. അവരുടെ കഥയൊന്നും അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കഥ എടുത്തു പറഞ്ഞു? ഇദ്ദേഹം ദരിദ്രനായതുകൊണ്ടല്ല, ഇദ്ദേഹത്തിന് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഭഗവാനെ കാണാൻ പോയത് പൈസ മേടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ കുറച്ച് സ്വർണം മേടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ കുറച്ച് ഭൂമിയോ പശുക്കളോ ദാനമായി മേടിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടല്ല അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പല പ്രാവശ്യം നിർബന്ധിച്ചപ്പോഴും അദ്ദേഹം ചിന്തിച്ചത് അയം ഹി പരമോലാഭഃ ഉത്തമ ശ്ലോക ദർശനഃ എന്നാണ് അദ്ദേഹം കരുതിയത്. ആ ഭഗവാനെ കാണുകലാണ് ഏറ്റവും വലിയ ലാഭം, അല്ലാതെ വേറെന്തെങ്കിലും ഭഗവാനിൽ നിന്ന് കിട്ടുന്നതല്ല ലാഭം. അപ്പം അങ്ങനെ കരുതിക്കൊണ്ട് ഭഗവാനെ കാണാൻ വേണ്ടി മാത്രമാണ് കുചേലൻ പോയത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ അവിടെ പോയി ഭഗവാനോടൊന്നും യാചിച്ചില്ല, തൻ്റെ ആവലാതികളൊന്നും പ്രകടിപ്പിച്ചില്ല, പറഞ്ഞില്ല എനിക്ക് എന്തെങ്കിലും വേണം, എന്തെങ്കിലും സഹായം ചെയ്യണം എന്നൊന്നും പറഞ്ഞില്ല. ആ പോയ സമയം മുഴുവൻ ഭഗവാനുമായിട്ട് വളരെ സന്തോഷമായിട്ട് ആനന്ദമായിട്ട് ചെലവഴിച്ചു. പിന്നെ താൻ കൊണ്ടുപോയ സമ്മാനം ഭഗവാന് സമർപ്പിക്കാനുള്ള യോഗ്യതയില്ല എന്ന് കരുതി മടിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിലെ ആ അവിൽപ്പൊതി അത് ഭഗവാൻ തട്ടിപ്പറിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ബലാത്കാരേണ പറിച്ചെടുത്തു. എന്നിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇത് കൊണ്ടുവന്നിട്ടാണോ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരുപടി ഭക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അളവറ്റ ഐശ്വര്യം, സമ്പത്ത് ആ കുചേലന്
അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. രണ്ടാമതൊന്നും കൂടി ഭക്ഷിക്കാൻ ഭഗവാൻ തുനിഞ്ഞപ്പോൾ രുക്മിണീ ദേവി തടഞ്ഞു. കാരണം ഇനിയും രണ്ടാമതും ഭഗവാൻ ഭക്ഷിച്ചാൽ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ കുചേലൻ്റെ വീട്ടിൽ പോയി ജോലിക്ക് നിൽക്കേണ്ടി വരും, കാവൽക്കാരിയായി നിൽക്കേണ്ടി വരും. ലക്ഷ്മി ദേവിക്ക് ഭഗവാനെ പിരിയാൻ മനസ്സില്ല. അതുകൊണ്ട് ലക്ഷ്മി ദേവിയായ രുക്മിണീ ദേവി തടഞ്ഞു. ഭഗവാൻ ഒട്ടും പറഞ്ഞതുമില്ല, ഞാൻ നിനക്ക് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ധൈര്യമായിട്ട് പൊക്കോളൂ കേട്ടോ എന്നൊന്നും പറഞ്ഞില്ല. വലിയ സഹായം ചെയ്തിട്ടും വലിയ സമ്മാനം ചെയ്തിട്ടും ഭഗവാൻ ഒരക്ഷരം മിണ്ടിയില്ല താൻ കൊടുത്തതിനെക്കുറിച്ച്. അതിനെക്കുറിച്ച് കുചേലൻ മടക്കയാത്രയിലും അല്ലെങ്കിൽ വന്ന് എത്തിയതിന് ശേഷം കണ്ട ഐശ്വര്യങ്ങളെല്ലാം കണ്ടിട്ട് അദ്ദേഹം ഭഗവാന്റെ ആ ഒരു മഹത്വത്തെക്കുറിച്ച് ഓർക്കുന്നു. ഓരോരുത്തർ എന്തെങ്കിലും നിസ്സാര വസ്തുക്കൾ തന്നിട്ട് എത്ര പ്രാവശ്യം പറയും ഞാൻ അത് തന്നു 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 എന്ന്. ഇവിടെ ഭഗവാൻ ധാരാളം തന്നിട്ട് ഒന്നും തന്നില്ല എന്ന മട്ടിലാണ് എന്നെ യാത്രയാക്കിയത്. ആ ഭഗവാനുമായിട്ട് എനിക്ക് ജന്മജന്മാന്തരങ്ങളിൽ സൗഹൃദവും സഖ്യവും മൈത്രിയും ദാസ്യവും ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആ കുചേലൻ തൻ്റെ ഗൃഹസ്ഥ ജീവിതം തുടർന്നും നയിച്ചത്. ഭഗവാൻ കൊടുത്തതൊന്നും തൻ്റേതല്ല, എല്ലാം ഭഗവാന്റേത് തന്നെ എന്ന് കരുതിക്കൊണ്ട് ആവശ്യക്കാർക്ക് വിതരണം ചെയ്തുകൊണ്ട് തനിക്ക് അത്യാവശ്യമായിട്ടുള്ളത് മാത്രം എടുത്തുകൊണ്ട് വളരെ ലളിതമായ ജീവിതം തന്നെ തുടർന്നും നയിച്ചു. അല്ലാതെ ലോട്ടറി അടിച്ചവർ തോന്നിയവാസികളായിട്ട് എല്ലാം ചെലവാക്കി കഴിഞ്ഞ് പിന്നീട് പാപ്പരാവുന്നത് പോലെ അദ്ദേഹം ആയില്ല. തനിക്ക് അത്യാവശ്യമായിട്ടുള്ളത് മാത്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ചെലവഴിച്ചുകൊണ്ട് എല്ലാം ഭഗവാന്റേതാണെന്നുള്ള ബോധത്തോടുകൂടി അദ്ദേഹം ജീവിച്ചു. ജീവൻ മുക്തനായി ജീവിച്ചു. പിന്നീട് അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചപ്പോൾ വിദേഹമുക്തനും ആയി എന്നുള്ളതായിട്ടുള്ള ആ ഒരു കഥയാണ് കുചേലോപാഖ്യാനം. അപ്പോൾ അവില് കൊണ്ട് കൊടുത്താൽ ഭഗവാൻ വാരിക്കോരി തരും എന്നുള്ളതായിട്ടുള്ള ആ വിശ്വാസം അവിടെ ഇരിക്കട്ടെ. കുട്ടികൾക്ക് ആ വിശ്വാസമൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ വളരും തോറും അത് മാറ്റണം. എന്തിനാണ് കുചേലൻ പോയത് എന്ന് തിരിച്ചറിയണം. ആ കുചേലൻ്റെ ഗുണങ്ങൾ നമ്മൾക്കും ആർജിക്കാൻ സാധിക്കണം. അതാണ് ഇന്നത്തെ ദിവസത്തെ സന്ദേശം. അതുപോലെ ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ മാഹാത്മ്യം, ഭക്തവാത്സല്യം, തൻ്റെ കൂട്ടുകാരൻ എത്ര ദരിദ്രനായിട്ടും അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നതും കാലുകഴുകി വെള്ളം തൻ്റെ ശിരസിൽ ധരിക്കുന്നതും തൻ്റെ ജ്യേഷ്ഠനായ ബലരാമസ്വാമിയെ പൂജിക്കുന്നത് പോലെ പൂജിക്കുന്നതും ആ ഭഗവാന്റെ ഒരു മഹിമയാണ് അവിടെയെല്ലാം കാണിക്കുന്നത്. ഒരു ഉദാത്തമായ സൗഹൃദത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അവതരണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം. അതിൽ നിന്ന് മാതൃകയാക്കേണ്ടതെല്ലാം മാതൃകയാക്കാം. ഇതാണ് കുചേല ദിനത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സന്ദേശം. ഇന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ, ഗുരുവായൂരിലും മറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലുമൊക്കെ ആളുകൾ അവിൽപ്പൊതിയുമായിട്ട് ഭഗവാനെ സമർപ്പിക്കാനായിക്കൊണ്ട് വലിയ തിരക്ക് അല്ലേ. ഞാനും ഇവിടെ കണ്ണൂർ കളിപ്പറമ്പ് തൃച്ചംബരത്ത് പോയിരുന്നു. അവിടെയും ധാരാളം ആളുകൾ അവിൽപ്പൊതിയുമായിട്ട് ക്യൂ നിൽക്കുന്നു സമർപ്പിക്കാനായിക്കൊണ്ട്. എന്തോ ആവട്ടെ, എല്ലാവരുടെയും വിശ്വാസം. ഓരോരുത്തരും ആ തലത്തിൽ എത്തിയിട്ടുള്ളവരാണ്. അവർക്കത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് തളിപ്പറമ്പിലെ TTK ദേവസ്വം വക 3 ക്ഷേത്രങ്ങളിലും ദർശനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. രാജരാജേശ്വരത്തും വൈദ്യനാഥൻ ക്ഷേത്രത്തിൽ, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം, അതുപോലെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, 3 സ്ഥലത്തും സുഖമായിട്ട് രാവിലെ പോയി ദർശനം ചെയ്തു വന്നു. അപ്പോൾ ഈ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഒരു എന്താ പറയുക, വടക്കൻ ഗുരുവായൂർ എന്ന് പറയാം. അതുപോലെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ഈ അവിൽപ്പൊതി സമർപ്പിക്കാനായിക്കൊണ്ട്. നമ്മളവിടെ 2 സപ്താഹങ്ങൾ നടത്തിയിട്ടുള്ളതാണ്.
പിന്നെയും ധാരാളം പ്രഭാഷണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ അവിടെ ചെന്നൊന്ന് ദർശനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. നാരായണ. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗ തുടരാം. നാരായണ നാരായണ. ഭാഗവത ജ്ഞാനഗംഗ തൃതീയ സ്കന്ധം 16-ാം അധ്യായം നമ്മൾ അവസാന ഭാഗം കുറച്ച് കാണാൻ ഉണ്ട്. നമ്മൾ 26-ാം ശ്ലോകം വരെയാണ് എടുത്തു നിർത്തിയിരിക്കുന്നത്. ഇന്നലെ എടുത്തത് 16 മുതൽ 26 വരെ. അപ്പോൾ 16 മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ ഷോഡശോऽധ്യായഃ. ഋഷയ ഊജുഃ ന വയം ഭഗവൻ വിദ്മഃ തവ ദേവ ചികീർഷിതം കൃതോ മേനുഗ്രഹശ്ചേതി യദധ്യക്ഷഃ പ്രഭാഷസേ. ബ്രഹ്മണ്യസ്യ പരം ദൈവം ബ്രാഹ്മണാ കില തേ പ്രഭോ വിപ്രാണാം ദേവദേവാനാം ഭഗവാനാത്മദൈവതം. ത്വത്തഃ സനാതനോ ധർമ്മോ രക്ഷ്യത്തെ തനുഭിസ്തവ. ധർമ്മസ്യ പരമോ ഗുഹ്യോ നിർവികാരോ ഭവാന്മതഃ. തരന്തി ഹ്യഞ്ജസാ മൃത്യും നിവൃത്തായതനുഗ്രഹാത്. യോഗിനഃ സ ഭവാൻ കിംസ്വിത് അനുഗൃഹ്യേദയത്പരൈഃ. യം വൈ വിഭൂതിരുപയാത്യനുവേലമന്യൈഃ അർത്ഥാർത്തിഭിः സ്വശിരസാ ധൃതപാദരേണുഃ. ധന്യാർപ്പിതാംഗ്രി തുളസീ നവധാമധാംനോ ലോകം മധൂരതപതേരിവ കാമയാന. യസ്താം വിവിക്തചരിതൈരനുവർത്തമാനം നാത്യാദ്രിയത് പരമഭാഗവത പ്രസംഗഃ. സത്വം ദ്വിജാനുപദ പുണ്യരജഃ പുനീതഃ ശ്രീവത്സലക്ഷ്മ കിമഘാ ഭഗഭാജനസ്ത്വം. ധർമ്മസ്യ തേ ഭഗവതസ്ത്രിയുഗത്രിഭിः സ്വൈഃ പദ്ഭിശ്ചരാചരമിദം ദ്വിജദേവതാർത്ഥം. നൂനം മൃതം തദഭിഗാതിരജസ്തമശ്ച സത്വേന നോ വരദയാ തനുവാ നിരസ്യ. നത്വം ദ്വിജോത്തമകുലം യദിഹാത്മഗോപം ഗോപ്താ വൃഷസ്വർഹണേന സസൂനൃതേന. തർഹ്യേവ നങ്ക്ഷ്യതി ശിവസ്തവ ദേവബന്ധ. ലോകോ ഗ്രഹീഷ്യത് ഋഷഭസ്യ ഹി തൽപ്രമാണം. തത്തേന ഭീഷ്ടമിവ സത്വനിധേർവിദിൽസോഃ ക്ഷേമം ജനായ നിജശക്തിഭിരുദ്ധൃതാരേഃ. നൈതാവദാത്ര്യധിപതേർബദ വിശ്വഭർത്തുഃ തേജക്ഷതം ത്വവനതസ്യ സതേ വിനോദഃ. യം വാനയോർദമമധീശ ഭവാൻ വിദത്തേ വൃത്തിം नु वा തദനുമന്മഹി നിർവ്യളേകം. അസ്മാസു വായ ഉചിതോ ദ്രിയതാം സദണ്ഡോ യേനാഗസൗ വയമയുങ്ഷ്മഹി കിൽബിഷേണ. ശ്രീഭഗവാനുവാച ഏതൗ സുരേതരഗതിം പ്രതിപദ്യ സദ്യഃ സംരംഭ സംവൃത സമാദ്യനുബദ്ധ യോഗൗ. ഭൂയഃ സകാശമുപയാസ്യതാശു യോ വഃ ശാപോ മയൈവ നിമിതസ്തദവൈത വിപ്രാഃ. ബ്രഹ്മോവാച അദതേ മുനയോ ദൃഷ്ട്വാ നയനാനന്ദഭാജനം വൈകുണ്ഠം തദധിഷ്ഠാനം വികുണ്ഠം ച സ്വയം പ്രഭം. ഭഗവന്തം പരിക്രമ്യ പ്രണിപത്യാനുമാന്യ ച പ്രതിജഗ്മുഃ പ്രമുദിതാഃ ശംസന്തോ വൈഷ്ണവീം ശ്രിയം. ഭഗവാൻ അനുഗൗ ആഹ യാതം മാ വൈഷ്ടമസ്തുഷം. ബ്രഹ്മതേജസ്സമർത്ഥോപി ഹന്തും നേച്ഛേമതം തുമേ. ഏതത് പുരൈവ നിർദ്ദിഷ്ടം രമയാ ക്രുദ്ധയാ യഥാ പുരാപവാരിതാദ്വാരി വിശന്തി മയ്യുപാരതേ. മയി സംരംഭയോഗേന നിസ്തീര്യ ബ്രഹ്മഹേളനം പ്രത്യേഷ്യതം നികാശം മേ കാലേനാൽപീയസാ പുനഃ.
ദ്വാസ്തൗ ആദിശ്യ ഭഗവാൻ വിമാനശ്രേണിഭൂഷണം സർവാതിശയാ ലക്ഷ്മ്യ ജുഷ്ടം സ്വം ദിഷ്ണ്യമാവിശത്. തൗ തു ഗീർവാണർഷഭൗ ദുസ്തരാത് ഹരിലോകതഃ ഹതശ്രിയൗ ബ്രഹ്മശാപാത് അഭൂതാം വിഗതസ്മയൗ. തദാ വികുണ്ഠധിഷണാത് തയോർനിപതമാനയോഃ ഹാഹാകാരോ മഹാനാസീത് വിമാനാഗ്രേഷു പുത്രകാഃ. താവേവ ഹ്യതുനാ പ്രാപ്തൗ പാർശ്വദപ്രവരൗ ഹരേഃ ദിദേർജഠരനിർവിഷ്ടം കാശ്യപം തേജ ഉൽബണം. തയോർ അസുരയോരദ്യ തേജസായമയോർഹി വഃ ആക്ഷിപ്തം തേജയേതർഹി ഭഗവാൻ തദ്വിദിൽ സതി. വിശ്വസ്യ യസ്ഥിതിലയോൽഭവഹേതുരാദ്യോ യോഗേശ്വരൈരപി ദുരത്യയോഗമായഃ ക്ഷേമം വിദാസ്യതി സനോ ഭഗവാൻ ത്രദീശഃ തത്ര അസ്മദീയ വിമൃശേന കിയാനിഹാർത്തഃ. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ഷോഡശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ. നമ്മൾ ഭഗവാനും സനകാദികളും തമ്മിലുള്ള ആ ഒരു അതിഗംഭീരമായിട്ടുള്ള ചർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സനകാദികളോട് ക്ഷമാപണം ചെയ്ത് അതുപോലെ തൻ്റെ ഭൃത്യന്മാരായ ജയവിജയന്മാരെ അനുഗ്രഹിച്ചാൽ അത് വേഗം തൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനായിക്കൊണ്ട് അനുഗ്രഹിച്ചാൽ അത് തനിക്കുള്ള അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞ് മോഹിപ്പിച്ച ആ ഭഗവാനോട് ഋഷിമാർ മറുപടി പറയുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അങ്ങയുടെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം ഈ ഞങ്ങൾ അങ്ങയെ അനുഗ്രഹിച്ചു എന്നൊക്കെ ഇപ്പം അങ്ങ് പറയുന്നത്. കൃതോമേ അനുഗ്രഹശ്ച ഇതി യദധ്യക്ഷ പ്രഭാഷസെ. ലോകാധ്യക്ഷനായ അങ്ങ് ഈ നിസാരന്മാരായിട്ടുള്ള ഞങ്ങളാൽ അനുഗ്രഹീതനായി എന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശയല്ലേ വാസ്തവത്തിൽ. പിന്നെ ബ്രഹ്മണ്യനായ അങ്ങയ്ക്ക് ബ്രാഹ്മണർ പരമമായ ദൈവതം തന്നെയാണ്. അതുകൊണ്ട് അത് പ്രകടിപ്പിക്കുവാനായിക്കൊണ്ട് ലോകത്തിന് മാതൃകയാവാൻ വേണ്ടിക്കൊണ്ട് അങ്ങിങ്ങനെ കാണിക്കുന്നതല്ലേ എന്ന് ആ ആശയത്തെ കൂടുതൽ വിശദമാക്കിക്കൊണ്ട് ഒരു 8 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാന് വാസ്തവത്തിൽ ബ്രാഹ്മണരെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടുമില്ല. ബ്രാഹ്മണരില്ലെങ്കിലും ഭഗവാൻ പൂർണ്ണനായിട്ട് തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് ശക്തിക്ക് ഒരു കുറവുമില്ല. പിന്നെ എന്തിനാണെന്ന് വെച്ചാൽ ഭഗവാൻ ഈ സനാതനധർമ്മം നിലനിർത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഭഗവാന് സങ്കല്പം കൊണ്ട് തന്നെ നിലനിർത്താം. എങ്കിലും സജ്ജനങ്ങളിലൂടെ സനാതനധർമ്മത്തെ പരിപാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അത് മാതൃകയാക്കിക്കൊണ്ട് അനുഷ്ഠിക്കാനായിക്കൊണ്ടുള്ള പ്രേരണ കൊടുത്തുകൊണ്ട് എല്ലാവരെയും ആ സനാതനധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ ഉള്ള പ്രേരണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയുള്ള നാടകമൊക്കെ നടിക്കുന്നത് എന്ന് സനകാദികൾ വളരെ സൂക്ഷ്മമായ ചർച്ചകൾ ചെയ്ത് വ്യക്തമാക്കി. ശ്രേഷ്ഠന്മാർ ആചരിക്കുന്നത് മറ്റുള്ളവർ ഇതരന്മാർ അനുകരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ ഞങ്ങളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടും അങ്ങയ്ക്ക് ഇല്ല. അങ്ങയ്ക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അങ്ങയ്ക്ക് ഈ ലോകത്തിൽ ധർമ്മം പരിപാലിക്കാൻ വേറെ വഴികൾ ഇല്ലാത്തത് കൊണ്ടും അല്ല. അതുമാത്രമല്ല, സനകാദികൾ അവസാനം പറഞ്ഞു,
ജയവിജയന്മാർ അവരുടെ ധർമ്മം ചെയ്തു, ഞങ്ങളാണ് വാസ്തവത്തിൽ തെറ്റ് ചെയ്തത്. അതുകൊണ്ട് ആ സനകാദികൾ ജയവിജയന്മാരെ വിഷമിപ്പിച്ച ഞങ്ങൾക്ക് ഉചിതമായ ദണ്ഡം ധരിച്ചാലും അസ്മാസുവായ ഉചിതോ ദ്രിയതാം സദണ്ഡോ, ഞങ്ങളുടെ നേർക്ക് ഉചിതമായ ദണ്ഡത്തെ ധരിച്ചാലും, കാരണം അനാഗസ്സുകളായിട്ടുള്ള ആ രണ്ടുപേരെയും വയം കിൽബിഷേണ അയുങ്ഷ്മഹി, കിൽബിഷത്തോടുകൂടി യോജിപ്പിച്ചു, അവരെ ക്ലേശമുള്ളവരാക്കി ചെയ്തു എന്ന് പറഞ്ഞതായിട്ടുള്ള സമയത്ത് ഭഗവാൻ അവരോട് അവസാനം മറുപടി പറഞ്ഞു. ശ്രീ ഭഗവാനുവാച ഏതൗ സുരേതരഗതിം പ്രതിപദ്യ സദ്യഃ സംരംഭ സംവൃത സമാദ്യനുബദ്ധയോഗൈഃ ഭൂയഃ സകാശമുപയാസ്യത ആശുയോവഃ ശാപോ മയൈവ നിമിതസ്തദവൈത വിപ്രാഹ. ഇവർ രണ്ടുപേർ അസുരഭാവത്തെ പ്രാപിച്ച് സംരംഭ സംവൃത സമാധി അനുബദ്ധ യോഗൈഹി, എന്നോടുള്ള ക്രോധം നിരന്തരം ഭരിച്ചുകൊണ്ട് അതുകൊണ്ടുള്ള ഏകാഗ്രത സമാധി യോഗം, ആ സമാധി അനുബന്ധ യോഗം ചെയ്തുകൊണ്ട്, കാരണം സ്നേഹമുള്ളവർക്ക് തങ്ങൾ സ്നേഹിക്കുന്നവരെ എപ്പോഴും ചിന്തിച്ചിരിക്കാനൊന്നും പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകും. എന്നാൽ മനസ്സിൽ നമ്മൾക്ക് ആരോടെങ്കിലും നല്ല ദേഷ്യമുണ്ടെങ്കിൽ, ക്രോധമുണ്ടെങ്കിൽ, വൈരമുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മുടെ ശത്രുക്കളെ നമ്മൾ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വളരെ സ്നേഹിതന്മാരായിട്ടുള്ള ആളുകളെ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകും. തീരെ ഓർക്കില്ല എന്നില്ല, ഇടയ്ക്കൊക്കെ ഓർക്കും, പക്ഷെ മറന്നു പോകാൻ ധാരാളം അവസരങ്ങളുണ്ട്. എന്നാൽ ശത്രുക്കളെ ഒരിക്കലും മറക്കില്ല. അതുപോലെയാണ് ഇപ്പോൾ ഭഗവാനോട് ശത്രുത തോന്നുന്ന ഈ ജയവിജയന്മാര് ഭഗവാനെ നിരന്തരം ആ ഭാവത്തിൽ സ്മരിച്ച് അവസാനം ഭഗവാനെ തന്നെ ധ്യാനിച്ച് ഭഗവാനെ തന്നെ പ്രാപിക്കാനുള്ള യോഗ്യത അവർക്ക് വന്നു ചേരും എന്നാണ്. അപ്പോൾ ഈ ശാപം, ഈ ജയവിജയന്മാർക്ക് കൊടുത്ത ശാപം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ സങ്കല്പമല്ല, അതിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല, എൻ്റെ ഇച്ഛയാണത്. ശാപോ മയൈവ നിമിതഃ, മയൈവ നിമിതഃ ശാപഃ, എന്നാൽ നിർമ്മിക്കപ്പെട്ടതാണ് ശാപം. തദവൈത വിപ്ര, അതറിഞ്ഞാലും ബ്രാഹ്മണരെ, അതുകൊണ്ട് നിങ്ങളാണ് ശപിച്ചത് എന്നുള്ള കർത്തൃത്വം വിട്ടുകളയും, അതിനുള്ള കുറ്റബോധം വിട്ടുകളയും. കർത്തൃത്വ ഭോക്തൃത്വങ്ങളെ വലിച്ചെറിഞ്ഞോളൂ, ഇവിടെ എല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, അപ്പോൾ എൻ്റെ ലീലയായിട്ട് കരുതിക്കോളൂ, നിങ്ങൾ റിലാക്സ് ചെയ്യും, നിമിത്തമാത്രം ഭവ. അപ്പം ഇങ്ങനെ ഈ ജയവിജയന്മാർക്ക് സംരംഭയോഗം അഥവാ ദ്വേഷത്തിലൂടെ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ കൈകൾ കൊണ്ട് മരിച്ച് ഭഗവാനെ തന്നെ പ്രാപിക്കുവാനുള്ള ആ ഒരു അനുഗ്രഹം ഭഗവാൻ ഇവിടെ പറയാതെ പറഞ്ഞു. അങ്ങനെ പിന്നെ അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്തു, സനകാദികൾ എന്ത് ചെയ്തു എന്ന് തുടർന്ന് പറയാണ് ബ്രഹ്മദേവൻ. ആരോട്? ദേവന്മാരോട്. ബ്രഹ്മോവാച അധതേ മുനയോ ദൃഷ്ട്വാ നയനാനന്ദഭാജനം വൈകുണ്ഠം തദധിഷ്ഠാനം വികുണ്ഠം ച സ്വയം പ്രഭം ഭഗവന്തം പരിക്രമ്യ പ്രണിപത്യാനുമാന്യ ച പ്രതിജഗ്മുഃ പ്രമുദിതാഃ ശംസന്തോ വൈഷ്ണവീം ശ്രിയം. ബ്രഹ്മോവാച അതതേ മുനയോ ദൃഷ്ട്വാ നയനാനന്ദഭാജനം വൈകുണ്ഠം തദധിഷ്ഠാനം വികുണ്ഠം ച സ്വയം പ്രഭം ഭഗവന്തം പരിക്രമ്യ പ്രണിപത്യാനുമാന്യ ച പ്രതിജഗ്മുഃ പ്രമുദിതാഃ ശംസന്തോ വൈഷ്ണവീം ശ്രിയം. അധ എന്ന് പറഞ്ഞാൽ അനന്തരം, ഇവർ തമ്മിലുള്ള ഈ സംവാദം ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം അനന്തരം തേ മുനയഃ, ആ സനകാദി മുനികൾ നയനാനന്ദഭാജനം സ്വയം പ്രഭം വൈകുണ്ഠം തദധിഷ്ഠാനം ഭഗവന്തം വികുണ്ഠം ദൃഷ്ട്വാ പ്രണിപത്യ പരിക്രമ്യ അനുമാന്യ പ്രമുദിതാഃ വൈഷ്ണവീം ശ്രിയം ശംസന്തഃ പ്രതിജഗ്മുഃ.
തേ മുനയഃ പ്രതിജഗ്മുഹു. ആ മുനികൾ പ്രതിഗമിച്ചു മടങ്ങിപ്പോയി. സനകാദികൾ മടങ്ങിപ്പോയി എന്നാണ് ഇവിടെ ചുരുങ്ങിയ വിഷയം. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ചെയ്തിട്ട് മടങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മുനികൾ തേ മുനയഃ നയനാനന്ദഭാജനം സ്വയം പ്രഭം വൈകുണ്ഠം. നയനത്തിന് ആനന്ദഭാജനം, കാണുന്നവരുടെ കണ്ണുകൾക്ക് ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്ന, ആനന്ദത്തിന്റെ സ്രോതസ്സാക്കുന്ന സ്വയം പ്രഭം വൈകുണ്ഠം, സ്വയം പ്രകാശിക്കുന്നതായിട്ടുള്ള ആ വൈകുണ്ഠം എന്നുള്ള ലോകത്തെ സനകാദികൾ കണ്ടു. അവരിപ്പോഴാണ് ശരിക്ക് കാണുന്നത് അല്ലെ. ഇതുവരെ അവരുടെ ഉള്ളില് അല്പം കോപം കൊണ്ട് ഈ വൈകുണ്ഠം മറഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പൊ അവരുടെ കോപമൊക്കെ പോയി, അവർ പശ്ചാത്താപ വിവശരായി, ഭഗവാനോട് ക്ഷമാപണം ചെയ്തു, ഭഗവാന്റെ മഹിമയെല്ലാം വർണ്ണിച്ചു. അങ്ങനെയൊക്കെ ആയപ്പോഴോ അവരുടെ ഉള്ളം തെളിഞ്ഞു. അവരുടെ ഉള്ളം തെളിഞ്ഞപ്പോഴാണ് അവർക്ക് ശരിക്കുള്ള വൈകുണ്ഠം കാണാനുള്ള യോഗ്യത ഉണ്ടായത്. അതാണ് നയനാനന്ദഭാജനം സ്വയം പ്രഭം വൈകുണ്ഠം. കണ്ണിന് ആനന്ദപാത്രമായിരിക്കുന്നതും സ്വയം പ്രകാശിക്കുന്നതുമായ വൈകുണ്ഠം എന്ന ലോകത്തെയും മാത്രമല്ല തദധിഷ്ഠാനം ഭഗവന്തം വികുണ്ഠം ദൃഷ്ട്വ, അതിൽ അധിഷ്ഠാനമായിരിക്കുന്ന, അതിൽ വസിക്കുന്നവനായ വികുണ്ഠൻ. വികുണ്ഠൻ? ഭഗവാൻ. ഇപ്പൊ ഭഗവന്തം വികുണ്ഠം, ഭഗവാനായ വികുണ്ഠനെയും ദൃഷ്ട്വ കണ്ടിട്ട് പ്രണിപത്യ പ്രകർഷേണ നിപത്യ, കാലിൽ വീണ് നമസ്കരിച്ചിട്ട്, അപ്പൊ നമസ്കരിച്ചിട്ട് പരിക്രമ്യ, ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ട് അനുമാന്യ എന്ന് പറഞ്ഞാൽ അനുമതി വാങ്ങിയിട്ട്, ഞങ്ങൾ എന്നാൽ പൊക്കോട്ടെ, അങ്ങയെ കാണാൻ വന്നതാണ്, കണ്ടു, സന്തോഷമായി, വന്ന കാര്യം കഴിഞ്ഞു, ഞങ്ങൾ പൊക്കോട്ടെ എന്നുള്ള അനുജ്ഞയെ സിദ്ധിച്ചിട്ട്, അതാണ് അനുമാന്യ, അനുമതി മേടിച്ചിട്ട് ഭഗവാനിൽ നിന്ന് അനുജ്ഞ വാങ്ങിയിട്ട് പ്രമുദിതാഹ, പ്രകർഷേണ മുദിതാഹ, അത്യന്തം സന്തോഷിച്ചവരായിട്ട് വൈഷ്ണവീം ശ്രിയം ശംസന്തഃ പ്രതിജഗ്മുഹു, ആ വിഷ്ണുവിനെ സംബന്ധിച്ചതായിട്ടുള്ള ശ്രിയം, ഭഗവാന്റെ ഐശ്വര്യം, ഭഗവാന്റെ പ്രഭാവം, ആ വൈകുണ്ഠത്തിന്റെ ഒരു ശോഭ, മഹിമ എല്ലാം കൂടി കണ്ടിട്ട് അതിനെക്കുറിച്ച് വർണ്ണിച്ചിട്ട്, അതാണ് ശംസന്തഃ, പ്രശംസിക്കുന്നവരായിട്ട്. വൈഷ്ണവീം ശ്രിയം ശംസന്തഃ, വിഷ്ണുവിൻ്റെതായിട്ടുള്ള ഐശ്വര്യങ്ങളെയെല്ലാം പ്രശംസിക്കുന്നവരായിട്ട് പ്രതിജഗ്മുഹു, പ്രതിഗമിച്ചു മടങ്ങിപ്പോയി. അപ്പോ സനകാദികൾ ആ വൈകുണ്ഠം തെളിഞ്ഞു കണ്ടു. കണ്ണുകൾക്ക് ആനന്ദഭാജനമാണത്. പിന്നെ അവിടെ വസിക്കുന്നവനായ വൈകുണ്ഠവാസിയായ വികുണ്ഠനെയും കണ്ടു. അങ്ങനെ ഭഗവാനെ പരിക്രമിക്കുകയും അതുപോലെ പ്രണിപാതം ചെയ്യുകയും ഭഗവാനോട് അനുമാനം മേടിക്കുകയും ചെയ്തു, അനുമതി മേടിക്കുകയും ചെയ്തു. എന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടി മടങ്ങിച്ചെല്ലുന്നു. പ്രതിജഗ്മുഹു വൈഷ്ണവീം ശ്രിയം ശംസന്തഃ, വിഷ്ണുവിൻ്റെ ഐശ്വര്യങ്ങളെയെല്ലാം പ്രശംസിച്ചുകൊണ്ടാണ് ഇവർ മടങ്ങിയത് എന്ന് പറയുന്നത്. അദതേ മുനയോ ദൃഷ്ട്വാ നയനാനന്ദഭാജനം വൈകുണ്ഠം തദധിഷ്ഠാനം വികുണ്ഠം ച സ്വയം പ്രഭം ഭഗവന്തം പരിക്രമ്യ പ്രണിപത്യാനുമന്യ ച പ്രതിജഗ്മുഃ പ്രമുദിതാഃ ശംസന്തോ വൈഷ്ണവീം ശ്രിയം. തുടർന്ന് ഭഗവാൻ അനുഗൗ ആഹ യാതം മാപൈഷ്ടമസ്തുഷം ബ്രഹ്മതേജ സമർത്ഥോപി ഹന്തും നേച്ഛേ മദം തുമേ. ഭഗവാൻ അനുഗൗ ആഹ യാതം മാപൈഷ്ടമസ്തുഷം ബ്രഹ്മതേജ സമർത്ഥോപി ഹന്തും നേച്ഛേ മദം തുമേ. ഭഗവാൻ അനുഗൗ ആഹ, ഭഗവാൻ തന്റെ അനുഗന്മാരോട്, രണ്ടുപേരുണ്ട് അനുഗൗ, ആരാണപ്പോ? ജയവിജയന്മാര്.
അപ്പൊ തൻ്റെ അനുയായികളായ തൻ്റെ ഭൃത്യന്മാരായ ആ അനുഗന്മാർ രണ്ടുപേരോടുമായി ആഹ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ അനുഗൗ ആഹ എന്താ പറഞ്ഞത്? യാതം, നിങ്ങൾ രണ്ടുപേരും, യുവാം യാതം, ത്വമല്ല യൂയവുമല്ല, യുവാം എന്നുള്ള ദ്വിവചനം പറഞ്ഞിട്ട് യാതം, നിങ്ങൾ രണ്ടുപേരും പോയാലും പൊക്കോളൂ, ധൈര്യമായിട്ട് പൊക്കോളൂ. യാതം. പിന്നെന്താ പറഞ്ഞത്? മാ ബൈഷ്ടം, രണ്ടുപേരോടായിട്ട് പറയുമ്പോൾ മാ ബൈഷ്ടം എന്ന് പറഞ്ഞു. രണ്ടുപേരും ഭയപ്പെടണ്ട കേട്ടോ. മാ ബൈഷ്ടം, ഭയപ്പെടണ്ട. അസ്തു ശം, ശം അസ്തു, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. അപ്പൊ പൊക്കോളൂ, ഭയപ്പെടണ്ട, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. പിന്നെയും പറയണു, ബ്രഹ്മതേജ സമർത്ഥ അപി ഹന്തും നേച്ചേ മതം തുമേ. അപ്പോൾ ഇവിടെ പറയണു, അഹം സമർത്ഥ അപി, എനിക്ക് സാമർത്ഥ്യം ശക്തിയൊക്കെ ഉണ്ടെങ്കിലും ബ്രഹ്മതേജ ഹന്തും നയിച്ചേ, ഈ ബ്രാഹ്മണരുടെ തേജസ്സിനെ ഞാൻ ഹനിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ അവിടെ ബ്രാഹ്മണരുടെ തേജസ്? ആ സനകാദികൾ ചെയ്ത ശാപം, ജയവിജയന്മാർക്ക് ചെയ്ത ശാപം. ഈ ശാപത്തിനെ വേണമെങ്കിൽ മാറ്റിമറിക്കാൻ ഉള്ള സാമർത്ഥ്യമാർക്കുണ്ട്, ഭഗവാനുണ്ട്. അതാണ് പറഞ്ഞത്, സമർത്ഥോപി, ഞാൻ സമർത്ഥനാണെങ്കിൽ പോലും ബ്രഹ്മതേജ ഹന്തും നയിച്ചേ, ബ്രഹ്മതേജസ്സിനെ ഞാൻ ഹനിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? മതം തു മേ, അതേ മേ മതം തു, അതാകട്ടെ എൻ്റെ മതമാകുന്നു, എൻ്റെ സമ്മതമായിട്ടുള്ള കാര്യമാകുന്നു. അപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അവർ ചെയ്തത്. പിന്നെന്തിനാ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നത്? ഞാൻ ചെയ്യേണ്ട കാര്യമാണ് അവർ ചെയ്തത്. അപ്പൊ എനിക്ക് സമ്മതമായിട്ടുള്ള കാര്യമാണ്, ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള കാര്യമാണ്, അത് അവർ ചെയ്തു. ഇനി അവർ ചെയ്യുന്നതിനെ ഞാൻ ക്യാൻസൽ ചെയ്താൽ ലോകം പിന്നീട് ഒരിക്കലും ബ്രാഹ്മണരെ, മഹാത്മാക്കളെ ബഹുമാനിക്കാതെയാവും. അതെനിക്ക് സമ്മതമല്ല. അതുകൊണ്ട് മഹാത്മാക്കളെ ലോകം എപ്പോഴും ബഹുമാനിക്കണം. അവരെ നിന്ദിച്ചുകൊണ്ട് അവർ പുറപ്പെടുവിച്ച ആജ്ഞയെ ഞാനത് ക്യാൻസൽ ചെയ്താൽ പിന്നെ മഹാത്മാക്കൾക്ക് ഒരു വിലയുണ്ടാവില്ല ഈ ലോകത്ത്. അതുകൊണ്ട് ഞാനത് അംഗീകരിക്കുന്നു, അതെനിക്ക് സമ്മതമായിട്ടുള്ളതാണ്. മതം തുമേ. അപ്പോ ഭഗവാൻ അനുഗൗവാഹ യാതം മാ വൈഷ്ടമസ്തുഷം ബ്രഹ്മതേജ സമർത്ഥോപി ഹന്തും നേച്ഛേ മതം തുമേ. അപ്പൊ ഓരോരുത്തരും അവരവരുടെ തെറ്റിന്റെ ഫലം അനുഭവിക്കണം, പ്രാരബ്ധം ഭുജിക്കണം. അതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടുന്നില്ല. സനകാദികൾ ശപിച്ചതിനെ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളത് അനുഭവിക്കണം എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. ഏതത്പുരൈവ നിർദ്ദിഷ്ടം രമയാ ക്രുദ്ധയാ യദാ പുരാപവാരിതാദ്വാരി വിശന്തി മയ്യുപാരതേ. ഞാൻ മുമ്പ് പറഞ്ഞ ആശയം നമ്മൾ പറയുകയാണ്. ഏതത് പുരൈവ നിർദ്ദിഷ്ടം രമയാ ക്രുദ്ധയാ. ഏതത്, ഈ വിഷയം പുരായേവ പണ്ടു തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ആരാൽ? രമയാൽ, രമാദേവിയാൽ. ക്രുദ്ധയാ, ക്രോധിച്ച സമയത്ത്. അപ്പൊ രമാദേവി ക്രോധിച്ചിട്ട് ഈ ആശയം മുമ്പേ പറഞ്ഞതാണ്. ഈ ജയവിജയന്മാരെ ഇവിടെ നിർത്താൻ കൊള്ളില്ല, ഇവരെ പറഞ്ഞു വിടൂ എന്ന് രമാദേവി വൈകുണ്ഠനോട് മുമ്പേ തന്നെ അഭ്യർത്ഥിച്ചിരുന്നതാണ്. പക്ഷെ അന്ന് ഭഗവാൻ അത് മാറ്റിവെച്ചു. നോക്കാം, ഒരു അവസരം കൂടി അവർക്ക് കൊടുക്കാം എന്ന മട്ടില് അവരെ ഉപദ്രവിച്ചില്ല. അതാണ് പറഞ്ഞത്, ഏതത് പുരായേവ നിർദ്ദിഷ്ടം രമയാ ക്രുദ്ധയ. എപ്പോൾ? എപ്പോഴാണോ പുരാ അപവാരിതാദ്വാരി വിശന്തി മയി ഉപാരത്തെ. മയി ഉപാരത്തെ സതി, ഞാൻ ദൂരെ ആയിരുന്നപ്പോൾ, ഞാൻ ഉപരമിച്ചിരിക്കുമ്പോൾ, ഞാൻ എവിടെയോ പോയിരിക്കുന്നതായുള്ള സമയത്ത് ദ്വാരി വിശന്തി പുരാ, പണ്ട് ദ്വാരത്തിലേക്ക് പ്രവേശിക്കാനായിക്കൊണ്ട് ലക്ഷ്മി ദേവി വന്നപ്പോൾ അപവാരിത, ആ ലക്ഷ്മി ദേവിയെ ഈ ജയവിജയന്മാരെന്ത് ചെയ്തു? അപവാരണം ചെയ്തു, നിവാരണം ചെയ്തു.
വൈകുണ്ഠത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ തടസ്സം സൃഷ്ടിച്ചു. അപ്പൊ പണ്ട് ലക്ഷ്മി ദേവിയെ പോലും അല്ലെങ്കിൽ രമാദേവിയെ പോലും വൈകുണ്ഠത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞ മിടുക്കന്മാരാണ് ഈ ജയവിജയന്മാര്. അന്ന് തന്നെ ലക്ഷ്മി ദേവി കോപിച്ചുകൊണ്ട് വിഷ്ണുവിനോട് പറഞ്ഞിരുന്നു, ഇവരെ പറഞ്ഞു വിടൂ എന്ന്. അന്ന് ഭഗവാന് BP ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ പറഞ്ഞു, കുറച്ചുകൂടെ ക്ഷമിക്കൂ, സന്ദർഭമാകുമ്പോൾ നമുക്ക് പിരിച്ചുവിടാം. ഈ ഒരു ചെറിയൊരു കാര്യം കൊണ്ട് നമ്മളായിട്ട് പിരിച്ചുവിട്ടു എന്ന് വേണ്ട. നമ്മൾ ദയയില്ലാത്തവരും മര്യാദയില്ലാത്തവരും ക്രൂരന്മാരും ഒക്കെയാണെന്ന് ലോകം കരുതും. അപ്പൊ വേറൊരു അവസരം ഉണ്ടാവട്ടെ, അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ തന്നെ സ്വയം ഇവിടുന്ന് പൊക്കോളും എന്നെല്ലാം ഭഗവാൻ രമയെ ആശ്വസിപ്പിച്ചു. ഇപ്പൊ അതാണ് സംഭവിച്ചത്. ഇവരത് അർഹിക്കുന്നു. അതുകൊണ്ട് ഇവരിവിടെ നിൽക്കാൻ യോഗ്യരല്ല. അതാണ് ഏതത് പുറൈവ നിർദ്ദിഷ്ടം രമയാ ക്രുദ്ധയാ യഥാ പുരാ അപവാരിതാദ്വാരി വിശന്തി മയി ഉപാരതേ. ഞാനില്ലാത്ത സമയത്ത് പുറത്തു പോയിട്ട് വന്ന ലക്ഷ്മി ദേവിയെ രമാദേവിയെ തടഞ്ഞവരാണ് ഈ ജയവിജയന്മാർ. അന്നേ ഇവരെ പുറത്താക്കാനായിട്ട് രമാദേവി ആഗ്രഹിച്ചതാണ്. ഇത് നീണ്ടുപോയി കുറച്ച് എന്ന് മാത്രം. തുടർന്ന് മയി സംരംഭയോഗേന നിസ്തീര്യ ബ്രഹ്മഹേളനം പ്രത്യേഷ്യതം നികാശം മേ കാലേനാൽപീയസാ പുനഃ. മയി സംരംഭയോഗേന നിസ്തീര്യ ബ്രഹ്മഹേളനം പ്രത്യേഷ്യതം നികാശം മേ കാലേനാൽപീയസാ പുനഃ. വീണ്ടും ജയവിജയന്മാരോട് തന്നെ ഭഗവാൻ പറയാണ്, മയി സംരംഭയോഗേന, എന്നോടുള്ള സംരംഭം എന്ന യോഗം കൊണ്ട്, എന്നോടുള്ള ക്രോധം എന്നുള്ള സമാധി യോഗം കൊണ്ട് ബ്രഹ്മഹേളനം നിസ്തീര്യ, നിങ്ങൾ ബ്രാഹ്മണരെ അപമാനിച്ചു, ആ പാപം അതിപ്പോ നിങ്ങളുടെ കയ്യിലുണ്ട്, ആ പാപത്തെ നിങ്ങൾ തരണം ചെയ്തിട്ട്, അപ്പൊ കുറെ കാലം എന്നെ നിങ്ങൾ സംരംഭയോഗം കൊണ്ട് ധ്യാനിച്ച് നിങ്ങളുടെ ഉള്ളം ശുദ്ധമാകും. ബ്രാഹ്മണരുടെ ഇന്ന് ബ്രാഹ്മണരെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ അവരെ വെറുപ്പിച്ച് അവരുടെ ശാപം കിട്ടിയില്ലേ, ആ ശാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോക്ഷമുണ്ടാവും. ബ്രഹ്മഹേളനം നിസ്തീര്യ അൽപീയസാ കാലേന മേ നികാശം പുനഃ പ്രത്യേഷ്യതം. അൽപീയസാ കാലേന, അല്പകാലം കൊണ്ട് തന്നെ, മേ നികാശം, എൻ്റെ അടുത്തേക്ക്, പുനഃ പ്രത്യേഷ്യതം, വീണ്ടും നിങ്ങൾ രണ്ടുപേരും വന്നു ചേരുവിൻ. പ്രത്യേഷ്യതം എന്നുള്ളത് രണ്ടുപേരെ ഉദ്ദേശിച്ചുകൊണ്ട്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു ചേരുവിൻ. അപ്പൊ എന്നോടുള്ള ക്രോധമാകുന്ന യോഗം, സംരംഭയോഗം കൊണ്ട് നിങ്ങൾ മുമ്പ് ചെയ്ത ബ്രാഹ്മണ അപരാധത്തെ, ബ്രാഹ്മണരോട് ചെയ്ത ഹേളനത്തെ, ആ പാപത്തെ നശിപ്പിച്ച് അല്പകാലം കൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. നിങ്ങൾ വീണ്ടും പുനഃ പ്രത്യേഷ്യതം, വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചു. ദ്വാർസ്ഥൗ ആദിശ്യ ഭഗവാൻ വിമാനശ്രേണിഭൂഷണം സർവാതിശയ്യാ ലക്ഷ്മ്യാ ജുഷ്ടം സ്വം ദിഷ്ണ്യമാവിശത്. ആ ഭഗവാൻ ദ്വാർസ്ഥൗ ആദിശ്യ, ഭഗവാൻ ദ്വാസ്തൗ, ദ്വാർസ്ഥൗ എന്ന് പറഞ്ഞാൽ ദ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്നവർ, ദ്വാരപാലകന്മാർ. ദ്വാരപാലകന്മാരെ ചുരുക്കി പറയുന്ന പേരാണ് ദ്വാസ്തന്മാര്. ദ്വാരി സ്ഥിതാഹ, കവാടത്തിൽ നിൽക്കുന്നവർ എന്നാണ് അർത്ഥം ദ്വാസ്തന്മാരെന്ന് പറഞ്ഞാൽ. അപ്പൊ ദ്വാസ്തന്മാരെ ഭഗവാൻ എന്ത് ചെയ്തു? ദ്വാസ്തൗ ആദിശ്യ, ആദേശം കൊടുത്തു, കൽപ്പിച്ചു, നിങ്ങൾ പൊക്കോളൂ എന്നിങ്ങനെ പറഞ്ഞ് അവരെ യാത്രയാക്കി. സനകാദികൾ അതിനു മുമ്പേ പോയിരുന്നു. ഭഗവാനോ വിമാനശ്രേണിഭൂഷണം സർവാതിശയ്യാ ലക്ഷ്മ്യാ ജുഷ്ടം സ്വം ദിഷ്ണ്യമാവിശത്. വിമാനശ്രേണിഭൂഷണം, വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ 7 നില മാളികകൾ എന്നും അർത്ഥമുണ്ട്. വാഹനങ്ങൾ, ആകാശത്ത് പറക്കുന്ന വിമാനങ്ങൾക്കും വിമാനങ്ങൾ എന്ന് പറയും. അപ്പൊ രണ്ടും ഉണ്ടാവും. ഭഗവാന്റെ വൈകുണ്ഠത്തിൽ വലിയ മാളികകളും ഉണ്ടാവും, ദേവാദികളുടെ അനേക വിമാനങ്ങൾ നിരന്നു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ വിമാനശ്രേണിഭൂഷണം സർവ അതിശയ ലക്ഷ്മ്യാ ജുഷ്ടം, എല്ലാ ഐശ്വര്യത്തോടും അതിശയിക്കുന്നതായിട്ടുള്ള ലക്ഷ്മിയോടും കൂടി
സേവിക്കപ്പെടുന്നതായിട്ടുള്ള സ്വംധിഷ്ണ്യം ആവശ്യത്ത് സ്വവാസസ്ഥാനത്തെ ഭഗവാനും പ്രവേശിച്ചു. ഓരോരുത്തരും അവരവരുടെ ലോകത്തേക്ക് മടങ്ങിപ്പോയപ്പോൾ ഭഗവാൻ സ്വന്തം സ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി എന്ന് പറയും. ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങി, സ്വവാസസ്ഥാനത്തേക്ക് മടങ്ങി എന്നൊക്കെ അർത്ഥം. ദ്വാർസ്തൗവാദിശ്യ ഭഗവാൻ വിമാനശ്രേണിഭൂഷണം സർവാതിശയാ ലക്ഷ്മ്യാ ജുഷ്ടം ദുസ്തരാത് ഹരിലോകതഃ ഹതശ്രിയൗ ബ്രഹ്മശാപാത് അഭൂതാം വിഗതസ്മയൗ തൗ ഗീർവാണർഷഭൗ. ആ ദേവശ്രേഷ്ഠന്മാരാകട്ടെ, ആരാണ്? ജയവിജയന്മാര്. അവർ ശ്രേഷ്ഠന്മാരായിരുന്നു. ആ ജയവിജയന്മാരാകുന്ന ദേവശ്രേഷ്ഠന്മാര്, ഗീർവാണ ഋഷഭന്മാര്, ബ്രഹ്മശാപാത് ദുസ്തരാത് ബ്രഹ്മശാപാത്, തരണം ചെയ്യാൻ പറ്റാത്ത ബ്രാഹ്മണ ശാപം കൊണ്ട്, പ്രതിക്രിയയില്ലാത്തതാണ് ബ്രാഹ്മണ ശാപം. അങ്ങനെയുള്ള ആ ബ്രാഹ്മണ ശാപം ഹേതുവായിട്ട് ഹരിലോകതഃ ഹതശ്രിയൗ വിഗതസ്മയൗ അഭൂത. ഹരിലോകതഃ, ഹരിയുടെ ലോകത്തിൽ നിന്ന്, വൈകുണ്ഠത്തിൽ നിന്ന്, ഹതശ്രിയൗ, അവരുടെ ശ്രീ ഐശ്വര്യമെല്ലാം നഷ്ടപ്പെട്ടവരായിട്ട്, വിഗതസ്മയൗ, സ്മയം ഗർവം, വിഗതസ്മയൗ എന്ന് പറഞ്ഞാലോ ഗർവമില്ലാത്തവരുമായിട്ട് അഭൂതാം ഭവിച്ചു എന്നർത്ഥം. അപ്പൊ ജയവിജയന്മാര് അധോലോകത്തിലേക്ക് പതിക്കുന്ന കാര്യത്തെയാണ് ഇവിടെ പറഞ്ഞത്. അവരുടെ ക്രോധം കാരണം അവർക്കുണ്ടായ പതനം, അല്ലേ? ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ, ബുദ്ധിനാശാത് പ്രണശ്യതി എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ പറയും പോലെ ഇവിടെ അദ്ദേഹത്തിന്റെ ക്രോധം കൊണ്ട്, അല്ലെ, ജയവിജയന്മാർ അവരുടെ ക്രോധം കൊണ്ട് താഴേക്ക് പതിച്ചു എന്ന് പറയുന്നു. തൗ തു ഗീർവാണർഷഭൗ ദുസ്തരാത് ഹരിലോകതഃ ഹതശ്രിയൗ ബ്രഹ്മശാപാത് അഭൂതാം വിഗതസ്മയൗ തദാ വികുണ്ഠദിഷണാത് തയോർനിപതമാനയോഃ ഹാഹാകാരോ മഹാനാസീത് വിമാനാഗ്രേഷു പുത്രകാഃ. ബ്രഹ്മദേവൻ ദേവന്മാരോട് കഥ തുടരുകയാണ്. തഥാ, അപ്പോൾ, വികുണ്ഠദിഷണാത് തയോർ നിപതമാനയോഹോ, തയോഹോ അവർ രണ്ടുപേരും, നിപതമാനയോഹോ സദോഹോ താഴേക്ക് പതിക്കുകയാണ്. ഇവിടുന്ന് വികുണ്ഠദിഷണാത്, വൈകുണ്ഠമാകുന്ന വാസസ്ഥാനത്ത് നിന്ന് ഈ ജയവിജയന്മാർ താഴേക്ക് പതിക്കുകയാണ്. ആ സമയത്ത് ഹാഹാകാരോ മഹാനാസീത് വിമാനാഗ്രേഷു പുത്രകാഹ, അല്ലയോ പുത്രകാഹ. ഇവിടെ ബ്രഹ്മദേവൻ ദേവന്മാരെ സംബോധന ചെയ്യണ പുത്രന്മാരെ. എന്താണ്ടായത്? ഹാഹാകാരോ മഹാനാസീത് വിമാനാഗ്രേഷു. വിമാനാഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന മാളികകളെന്നും, അല്ലെങ്കിൽ വാഹനങ്ങൾ, ദേവന്മാർ വന്നു നിൽക്കുന്ന വിമാനങ്ങളാകുന്ന വാഹനങ്ങൾ, അതിൻ്റെ ഉള്ളിൽ നിന്ന്, അതിൻ്റെ ഉപരിഭാഗങ്ങളിൽ നിന്നൊക്കെ മഹാൻ ഹാഹാകാര ആസീത്, മഹത്തായ ഹാ 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 ഹാ, കഷ്ടം കഷ്ടം. എത്ര നല്ല നിലയ്ക്ക് ഇരുന്നവരാണ് ഈ ജയവിജയന്മാർ. അവരുടെ അനാവശ്യമായിട്ടുള്ള ക്രോധം കൊണ്ട് അവർ പദപ്പതിച്ചതാ അസുരയോനിയിലേക്ക് പോവുകയാണല്ലോ എന്നിങ്ങനെ ആ ജയവിജയന്മാരുടെ പതനം എല്ലാ സജ്ജനങ്ങൾക്കും സങ്കടമുണ്ടാക്കി. അതുകൊണ്ട് ഹാ 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 എന്ന് ശബ്ദമുണ്ടായി. ഭഗവാൻ തൻ്റെ ഭൃത്യന്മാരായിട്ട് പോലും അവർക്കും ശിക്ഷയിൽ നിന്ന് ഇളവൊന്നും കൊടുത്തില്ല. അതുകൂടി ആശ്ചര്യത്തിന് കാരണമായി. തദാ വികുണ്ഠദിഷണാത് തയോർനിപതമാനയോഃ ഹാഹാകാരോ മഹാനാസീത് വിമാനാഗ്രേഷു പുത്രകാഃ. താവേവ ഹ്യധുനാ പ്രാപ്തൗ പാർഷദപ്രവരൗ ഹരേഃ ദിതേർജഠരനിർവിഷ്ടം കാശ്യപം തേജ ഉൽബണം. താവേവ ഹ്യധുനാ പ്രാപ്തൗ പാർഷദപ്രവരൗ ഹരേഃ ദിതേർജഠരനിർവിഷ്ടം കാശ്യപം തേജ ഉൽബണം. താവേവ എന്ന് പറഞ്ഞാൽ തൗ ഏവ, അവർ രണ്ടുപേർ തന്നെയാണ്. ആരാണവര്? പാർഷദപ്രവരൗ ഹരേഃ,
ഹരിയുടെ പാർശ്വത പ്രവരന്മാരാണ്, ജയവിജയന്മാരാണ് അവർ രണ്ടുപേരും. അവർ തന്നെയാണ് എന്തു പറ്റി? അധുനാ പ്രാപ്തം, ഇപ്പൊ പ്രാപിച്ചു. എവിടെ? ദിദേഹേ ജഠര നിർവിഷ്ടം കാശ്യപം ഉൽബണം തേജ. ആ ദിതി എന്ന ദേവിയുടെ, ദക്ഷപുത്രിയായ ദിതിയുടെ ജഠര നിർവിഷ്ടം, ജഠരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതായിരിക്കുന്ന ഉൽബണം കാശ്യപം തേജ പ്രാപ്തം. ഉൽബണമായത്, ഭയങ്കരമായത്, ആ ഭയങ്കരമായിട്ടുള്ള കാശ്യപ പ്രജാപതിയുടെ തേജസ്സായി, വീര്യമായി പ്രാപിച്ചു. അപ്പോൾ ഈ വൈകുണ്ഠത്തിൽ നിന്ന് പതിച്ച സനകാദികളുടെ ശാപം കൊണ്ട് പതിക്കപ്പെട്ടതായിട്ടുള്ള ജയവിജയന്മാരാണ് ഇപ്പോഴിതാ ദിതിയുടെ ഗർഭത്തിൽ കശ്യപന്റെ തേജസ്സിൽ നിന്ന് പ്രവേശിച്ചിരിക്കുന്നത് എന്ന് 35-ാം ശ്ലോകത്തിൽ പറഞ്ഞു. തയോർ അസുരയോരദ്യ തേജസായമയോർഹിവഃ ആക്ഷിപ്തം തേജയേദർഹി ഭഗവാൻ തദ്വിദിൽസതി. തയോർ അസുരയോരദ്യ തേജസാ യമയോർഹിവഃ ആക്ഷിപ്തം തേജയേദർഹി ഭഗവാൻ തദ്വിദിൽസതി. അദ്യ യമയോഹോ തയോഹോ അസുരയോഹോ തേജസാ വഹ തേജഃ ആക്ഷിപ്തം. ദേവന്മാരോട് ബ്രഹ്മദേവൻ തുടരുകയാണ്. അദ്യ ഇപ്പോൾ, തയോഹോ അസുരയോഹോ യമയോഹോ. യമയോഹോ എന്ന് പറഞ്ഞാൽ ഇരട്ടകൾ. യമന്മാരെന്ന് പറഞ്ഞാൽ ഇരട്ടകളാണ്, ട്വിൻസ്. ഇവിടെ അസുരയോഹോ, ആ അസുരന്മാർ രണ്ടുപേരുടെയും, ആ ഇരട്ടകളുടെ തേജസാ വഹ തേജഃ ആക്ഷിപ്തം, അവരുടെ തേജസ് കൊണ്ട്, വഹ നിങ്ങളുടെ തേജസ്, ആക്ഷിപ്തം നിസ്സാരമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ തേജസ്സിന് ഇപ്പോൾ ഇവിടെ ഒരു പ്രഭാവവുമില്ല. ആ ഇരട്ടപ്പെട്ടുണ്ടായിട്ടുള്ള രണ്ടുപേരുടെ തേജസ് കൊണ്ട് ദേവന്മാരുടെ തേജസ് നിസ്സാരമാക്കപ്പെട്ടു. ഏതർഹി ഭഗവാൻ തത് വിദിൽസതി. പേടിക്കേണ്ട നിങ്ങൾ. പക്ഷെ ഏതർഹി, ഏതർഹി എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ, അധികം താമസിയാതെ എന്നൊക്കെ അർത്ഥമാണ്. അധികം താമസിയാതെ എന്ത് ചെയ്യും? ഭഗവാൻ തന്നെ, ഭഗവാൻ സർവേശ്വരൻ തൽ വിദിൽസതി, അത് അദ്ദേഹമാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് ഒരർത്ഥം. അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി അദ്ദേഹം ഉടനെ ചെയ്യും എന്നും അർത്ഥം. ഭഗവാൻ തന്നെ വിദിൽസ, വിദിൽസ എന്ന് പറഞ്ഞാൽ വിദാതും ഇച്ഛ, ചെയ്യുവാനുള്ള ആഗ്രഹം. അപ്പൊ ഭഗവാൻ അത് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അസുരന്മാരങ്ങനെ പെരുമാറാനും ഭഗവാൻ അതിന് ശിക്ഷ കൊടുക്കാനുമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ഏതർഹി ഭഗവാൻ തത് വിദിൽസതി, ഭഗവാൻ അതിന് വേണ്ടത് ചെയ്തോളും. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. നിങ്ങളുടെ തേജസ് കുറഞ്ഞു, അസുരന്മാരുടെ തേജസ് കൂടി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട. ഭഗവാൻ പ്രതിവിധി ചെയ്തോളും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എങ്കിലും ഭഗവാൻ ചെയ്തോളും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. വിശ്വസ്യസ്ഥിതിലയോൽഭവഹേതുരാദ്യോ യോഗേശ്വരൈരപി ദുരത്യയോഗമായഃ ക്ഷേമം വിദാസ്യതി സനോ ഭഗവാൻ ത്രദീശഃ തത്രാസ്മദീയ വിമൃശേന കിയാനിഹാർത്തഃ. വിശ്വസ്യ സ്ഥിതിലയ ഉത്ഭവഹേതുഃ ആദ്യഃ യോഗേശ്വരൈരപി ദുരത്യയോഗമായഃ ത്രദീശഃ ഭഗവാൻ ക്ഷേമം വിദാസ്യതി. ഇഹ തത്ര അസ്മദീയ വിമൃശേന കിയാനർത്ഥഃ. ബ്രഹ്മദേവൻ തുടരുകയാണ്. വിശ്വസ്യ യഹ സ്ഥിതിലയോത്ഭവ ഹേതുഃ ആദ്യഃ. ഈ വിശ്വത്തിന്റെ, ഈ ലോകത്തിന്റെ സ്ഥിതിലയ ഉത്ഭവ ഹേതുഃ, ഇത് ഉത്ഭവം ഉണ്ടാകാനുള്ള കാരണം, അതുപോലെ സ്ഥിതി ഇതിന്റെ നിലനിൽപ്പ്, ലയം ഇതിന്റെ നാശം, ഇതിനൊക്കെ ഹേതുവായിരിക്കുന്നവൻ. ജന്മാദ്യസ്യ യതഃ, യാതൊരുവനിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി നിലനിന്ന് ലയിക്കുന്നത്. വിശ്വസ്യ സ്ഥിതിലയോത്ഭവ ഹേതുഃ, ആദ്യ എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നവനും,
സ്വയമുണ്ടായിരുന്നവനും ആദ്യനായിരിക്കുന്നവനും യോഗേശ്വരൈരപി ദുരത്യയ യോഗമായ, യോഗേശ്വരന്മാർക്ക് പോലും, യോഗത്തിന്റെ ഫലം നൽകുന്ന ആളുകളാണ് യോഗേശ്വരന്മാര്, നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ദേവന്മാര്, മഹാത്മാക്കള്. അങ്ങനെയുള്ള യോഗേശ്വരൈഹി അപി, യോഗേശ്വരന്മാരാൽ പോലും ദുരത്യയ യോഗമായ, ഈ ഭഗവാന്റെ യോഗമായയെ അത്യയം ചെയ്യുവാൻ ദുഃഖമാണ്. ഭഗവാന്റെ യോഗമായയെ മറികടക്കുവാനായിക്കൊണ്ട് സാധ്യമല്ല, യോഗേശ്വരന്മാർക്ക് പോലും സാധ്യമല്ല. ദുരത്യയോഗമായനാണ്, ത്രദീശനാണ്. ത്രദീശൻ എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളുടെയും ഈശൻ, അല്ലെങ്കിൽ 3 ഗുണങ്ങളുടെയും ഈശൻ, എല്ലാറ്റിൻ്റെയും സർവത്തിൻ്റെയും നിയന്താവാണ് ഭഗവാൻ. ഭഗവാനാണ്, സർവേശ്വരനാണ്. അങ്ങനെയുള്ള ഭഗവാൻ ക്ഷേമം വിദാസ്യതി, ആ ഭഗവാൻ നമുക്ക് ക്ഷേമത്തെ ചെയ്യും, ഈ ലോകത്തിന് നന്മയെ ചെയ്യും. ഇഹ തത്ര അസ്മദീയ വിമർശനേ കിയാനർത്ഥ, ഇഹ ഇപ്പോൾ ഇവിടെ, തത്ര ഈ വിഷയത്തില്, അസ്മദീയ വിമർശേന നമ്മളിങ്ങനെ തലപുണ്ണാക്കിയിട്ട് വിമർശനം ചെയ്തിട്ട് ആലോചിച്ചിട്ട്, കിയാനർത്ഥ എന്ത് കാര്യം, എന്ത് ഫലം. അപ്പൊ നമ്മൾ തലപുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല, ഭഗവാൻ വേണ്ടത് ചെയ്തോളും. ഈ ലോകത്തിന്റെ ക്ഷേമം ഭഗവാന്റെ കർത്തവ്യമാണ്, അത് അദ്ദേഹം ചെയ്തോളും. അപ്പൊ ഭഗവാൻ ചെയ്യണമെന്ന് വിചാരിച്ചാലോ പിന്നെ ഒരാൾക്കും അത് തടയാനുമാവില്ല. ഭഗവാൻ കൈവിടിഞ്ഞാലോ പിന്നെ അവനെ രക്ഷിക്കാനും ആർക്കും ആവില്ല. അപ്പൊ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ലോകത്തിന് ക്ഷേമം ചെയ്യാനായിക്കൊണ്ട്. അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഈ ജയവിജയന്മാര് ദിതിയുടെ പുത്രന്മാരായി വന്ന് ഉപദ്രവിച്ചാലും ഭഗവാൻ വേണ്ടത് ചെയ്തുകൊള്ളും. ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ കൈവടിയാത്തിടത്തോളം കാലം ഒരു പ്രശ്നവുമില്ല. ഭഗവാൻ അതിന് പരിഹാരം കാണും. അതുകൊണ്ട് ഭഗവാനിൽ ഉറച്ച് ധൈര്യമായിട്ട് ഇരിക്കുക. വിശ്വസ്യസ്ഥിതിലയോൽഭവഹേതുരാദ്യോ യോഗേശ്വരൈരപി ദുരത്യയ യോഗമായ ക്ഷേമം വിദാസ്യതി സനോ ഭഗവാൻ ത്രദീശഃ തത്രാസ്മദീയ വിമൃശേന കിയാനിഹാർത്തഃ. അപ്പം നമ്മളിവിടെ കിടന്നിങ്ങനെ തലപുണ്ണാക്കിയിട്ട് വിമർശനം ചെയ്തിട്ട് എന്ത് അർത്ഥമാണുള്ളത്? കിയാനർത്ഥഃ, എന്ത് പ്രയോജനമാണുള്ളത്? അതുകൊണ്ട് ഭഗവാന് വിട്ടുകൊടുക്കുക. ഭഗവാൻ പരിരക്ഷിച്ചോളും. ഭഗവാൻ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. ഭഗവാൻ രക്ഷിക്കുന്നിടത്തോളം കാലം രക്ഷിക്കപ്പെടും. ഭഗവാൻ കൈവിട്ടാലോ പിന്നെ ആര് രക്ഷിച്ചാലും ഒരു രക്ഷയും ഇല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ ദേവന്മാരെ ആശ്വസിപ്പിച്ചു. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ ബന്ധസർഗ നിരൂപണ പ്രകരണേ ജയവിജയ ശാപാനുഗ്രഹാദി നിരൂപണം നാമ ഷോഡശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇന്നിവിടെ സമർപ്പിക്കുകയാണ്. 17-ാം അധ്യായം മറ്റന്നാൾ കാണാം. നാളെ ഉണ്ടാവില്ല. നാളെ ഇവിടെ നിന്നുള്ള മടക്കയാത്രയാണ്. രാവിലെ ഒരു 6-7 മണിക്ക് പുറപ്പെട്ടാൽ വൈകുന്നേരത്തോടു കൂടിയിട്ട് പാലക്കാട് എത്തുള്ളൂ. മറ്റന്നാൾ തുടരാം. ഈ ജയവിജയന്മാര് ദിതിയുടെ പുത്രന്മാരായിട്ട് ജനിക്കുന്നതും അവരുടെ ഹിരണ്യാക്ഷന്റെ ദിഗ്വിജയം മുതലായിട്ടുള്ള കഥകളൊക്കെയാണ്. അത് നമുക്ക് മറ്റന്നാൾ കാണാം. ഇന്നിവിടെ സമർപ്പിക്കുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.
ഹരി ഓം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, കുചേലദിനം ആശംസിക്കുന്നു. വൈകുന്നേരം നമ്മുടെ സുബ്രഹ്മണ്യ ഭുജംഗ പ്രയാത സ്തോത്രം ലൈവ് കാണാം. അത് കഴിഞ്ഞ് പിന്നെ മറ്റന്നാൾ കാണാം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം.